വൈകുന്നേരം കുട്ടായുടെ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ശർക്കര കാപ്പിയൊക്കെ ഉണ്ടാക്കി അബിയും തീയും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അവർ ഏകദേശം ഒരു 4:20 ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലെത്താറുള്ളത്. പിന്നെ ഇതാണ് അബീൻ്റെ ദിയൻ്റെയൊക്കെ ഫ്രണ്ട്സ്, ജിത്തു, എബി, വാവ, ഒരാളൂടെ ഉണ്ട് കേട്ടോ, കുഞ്ഞൂസ്. അവൾ താഴെ കൂടെയാണ് പോവുക, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണാഞ്ഞത്. അങ്ങനെ അബി ദിയും ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഞങ്ങളെല്ലാവരും കൂടെ സിറ്റൗട്ടിലിരുന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം എല്ലാവർക്കും ശർക്കര കാപ്പിയാണ് ഇഷ്ടം, കട്ടൻ ചായ വലിയ ഇഷ്ടമില്ല. പിന്നെ എണ്ണക്കടി ഉള്ള ദിവസം പ്രത്യേകിച്ചും ശർക്കര കാപ്പിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഈ കൈയടിച്ച് പാസ്സാക്കി എന്താണെന്ന് വെച്ചാൽ ഓലിക്ക് കുളിക്കാൻ പോവല്ലേ എന്ന് വെച്ചപ്പോൾ കുട്ടാടെ സമ്മതിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ കണ്ടത്. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂട്ടി ഞങ്ങളിതേ ഓലിയിലെത്തിയിട്ടാ. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും കുട്ടാട്ട ലിയോനും കൊണ്ട് ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നേ. എന്നും വൈകുന്നേരം ആയാലും ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് കേട്ടോ, ലിയോനും കുട്ടി ഒരു വാക്കിങ്. ഈ കുട്ടാറിനൊരു നായപ്രേമിയാണ് കേട്ടോ. പക്ഷെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എനിക്കൊരു കോഴിക്കുട്ടീനെ പോലും കൈകൊണ്ട് പിടിക്കാൻ പേടിയാണ് കേട്ടോ. അല്ല കുളിച്ചോ? സൂപ്പർ സൂപ്പർ എന്ന് പറയും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ മുകളിലെത്തിയപ്പോൾ ചേച്ചി അമ്മയും കൂടി ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പഴുത്ത ചക്കയായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രത്യേക തരം വിശപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയൊക്കെ കിട്ടിയ അടിപൊളിയായിരിക്കും. എല്ലാവരുടെയും ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നത് കാരണമാണ് കേട്ടോ അകത്തേക്ക് കയറാൻ നിൽക്കാതെ മുറ്റത്ത് തന്നെ നിന്നിട്ട് കഴിച്ചത്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് കഴിക്കാനുള്ള ക്ഷമ ആർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കേട്ടോ ചേച്ചിയും ചക്ക തിന്നണ തിരക്കിലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് കപ്പയും മീൻകറിയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഉണ്ടാക്കിയതാണ്. എന്നും വൈകുന്നേരം ആയാലും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ ചക്ക കൂട്ടാനായി. അപ്പോൾ ഇന്ന് കപ്പയും മീൻകറിയാണ് കേട്ടോ. കോരമീനായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച മീൻകറി ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കുട്ടാറിനുള്ളത് വിളമ്പി പോയിട്ടോ. അത് കഴിച്ചിട്ട് വേണം കടയ്ക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ആള് പെട്ടെന്ന് തന്നെ കഴിക്കാൻ നിന്നു. ഞാനും അല്ലൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിളക്ക് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മീൻ കൂട്ടി കഴിച്ചാൽ പിന്നെ വിളക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ വിളക്ക് വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അല്ലുവിന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അതിങ്ങനെ വിളമ്പി കൊടുക്കുന്നതിനാണ് കേട്ടോ. അതിലിങ്ങനെ സ്പൂണിട്ട് ഇളക്കി ഇങ്ങനെ കളിക്കുന്നത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അബിക്ക് പിന്നെ നേരെ തിരിച്ചാണ് കേട്ടോ, വിളമ്പാനും ഇഷ്ടമല്ല, വിളമ്പുന്ന സാധനങ്ങൾ കഴിക്കാനും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതൊന്നും നമ്മൾ മേടിക്കുന്നതല്ല കേട്ടോ, ഒക്കെ അച്ഛൻ ഉണ്ടാക്കുന്നതാണ്, അച്ഛൻ്റെ കൃഷിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിളക്ക് വെച്ച് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അച്ഛൻ കടയിൽ നിന്ന് വന്നത്. പിന്നെ ഇത് എന്നും സ്ഥിരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അച്ഛൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊതി കയ്യിലുണ്ടാവും, അതില്ലാതെ അച്ഛന് വീട്ടിലേക്ക് വരാനും കഴിയില്ല കേട്ടോ. എന്നും ഈ ഒരു സമയമാകുമ്പോൾ മൂന്നാളും കൂടെ സിറ്റൗട്ടിൽ വന്നിങ്ങനെ കാത്തിരിക്കും കേട്ടോ അച്ഛൻ വരുന്നത് നോക്കിയിട്ട്. ഈ ഒരു സീന് ഞാൻ ഇന്നലെ ഷോർട്സാക്കി അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ അടിപൊളിയായിട്ടുണ്ട്, ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്സ് കേട്ടോ. എൻ്റെ കുട്ടിക്കുറുമ്പൻ തിന്നാൻ പോവാ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരം ഞാനും കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. പിന്നെ രാത്രിക്കുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് ഏട്ടൻ വാളമീൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അധികം വാങ്ങണ മീനിനേക്കാൾ കൂടുതലുണ്ടാവില്ല ഇങ്ങനെ വളർത്തുന്ന മീനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നട്ടർ, പിന്നെന്താ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, ഓരോ മീൻ കൊണ്ടുവരാറുണ്ട്. കാര്യമായിട്ട് എനിക്ക് നട്ടറിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനും ചേച്ചിയും അമ്മയൊന്നും കഴിക്കില്ല, മക്കൾക്കും കുട്ടാറിനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് വാളമീനാണ് ഇപ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല നെയ്യുള്ള മീനാണ്, അപ്പോൾ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി കേട്ടോ. ഇതൊക്കെ കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് മീനിലൊരു അരമണിക്കൂർ പുരട്ടി വെക്കുക കേട്ടോ. അപ്പോൾ മീനിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ആ മസാല നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഒതുക്കി വെച്ചു, ക്ലീൻ ആക്കി. പിന്നെ ഉപ്പേരിക്കുള്ള ക്യാരറ്റ് അരിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് മീനൊക്കെ പൊരിച്ചെടുത്തു. അതിനിടയ്ക്ക് ഞാൻ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അബീൻ്റെ ദിയൻ്റെയും കൂടെ വായിക്കാനിരുന്നു കേട്ടോ. അവർക്ക് ഒത്തിരി എഴുതാനും ഹോംവർക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്നു. നമ്മളൊരാൾ എടുത്തിരുന്നിട്ടില്ലെങ്കിൽ തീരെ വായിക്കുന്നുണ്ടാവില്ല കേട്ടോ. ഹോംവർക്കൊക്കെ എഴുതി വെച്ച് ബുക്ക് ക്ലോസ് ചെയ്ത് അങ്ങ് ഇരിക്കും. അപ്പോൾ എടുത്തിരുന്നാൽ മാത്രമേ വായന നടക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവരുടെ അടുത്തിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചതായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും വീഡിയോയിൽ പെടാഞ്ഞത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ഒരു 9:30 ആയപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം എനിക്കുള്ള ഫുഡാണ് കേട്ടോ വിളമ്പണത്, എനിക്കും അല്ലുവിനും. ഞാൻ കഴിക്കുമ്പോൾ അല്ലുവിന് വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ചേച്ചി നേരത്തെ തന്ന മീൻ
മീൻകറി ഉണ്ടായിരുന്നു, കപ്പയ്ക്ക് തന്നിരുന്ന മീൻകറി ഉണ്ടായിരുന്നു, കോരമീനായിരുന്നു കേട്ടോ. മീനും പിന്നെ ക്യാരറ്റിൻ്റെ ഉപ്പേരി ഞാൻ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ ഉപ്പേരി പിന്നെ മാങ്ങച്ചാറുണ്ടായിരുന്നു. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം കുട്ടാട്ട അവിടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. പിന്നെ ഈ വാളമീൻ ഞാനും ചേച്ചിയും അമ്മയൊന്നും കഴിക്കില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അല്ലുവിന് ഞാൻ ചോറ് വാരി കൊടുക്കുന്നുണ്ട്, പക്ഷേ ചോറ് വേണ്ട, മീൻ മാത്രം മതി പറഞ്ഞിട്ട് അത് മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യട്ടോ. ബായ്.